നമസ്കാരം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ച രീതി വ്യാപക വിമർശനത്തിനിടയാക്കിയിരുന്നു. രാഹുലിനെ വെല്ലുവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തിലായിരുന്നു പ്രതികരണങ്ങൾ. ഈ വിമർശനങ്ങളെ കോൺഗ്രസ് സമർത്ഥമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇതിനിടെ രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടുകൊള്ള ആരോപണത്തോട് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നടത്തിയ പ്രതികരണത്തെ വിമർശിച്ച് രണ്ട് മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും ഒരു മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും രംഗത്ത് വന്നു. മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ SY ഖുറൈഷി, OP റാവത്ത്, മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ എന്നിവരാണ് ഗ്യാനേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണത്തോട് തർക്കസ്വരത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രതികരിച്ചത് ശരിയായില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും വോട്ടർ പട്ടികയും കുറിച്ച് ജനങ്ങൾക്കിടയിൽ സംശയം ഉണർത്താനേ ഇത് വഴിയൊരുക്കുമെന്നും ഇന്ത്യ ടുഡേ സംഘടിപ്പിച്ച കോൺക്ലേവിൽ അവർ അഭിപ്രായപ്പെട്ടു. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാനും അല്ലാത്തപക്ഷം സമൂഹത്തോട് മാപ്പ് പറയാനും നിർബന്ധപ്പെട്ടിച്ചത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെപ്പറ്റി സംശയം ഉയർത്താൻ വഴിയൊരുക്കുന്നതാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. ആരോപണം ഉന്നയിച്ച ആളോട് അതേ രീതിയിൽ രോഷം കൊള്ളുന്നത് സംവിധാനത്തിനുള്ള വിശ്വാസ്യതയെ ഇടിച്ചു താഴ്ത്തും. തർക്കിക്കുന്നതിന് പകരം ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ അളവിൽ സ്വതന്ത്രവും നീതിയുക്തവുമാണെന്ന് മൂന്ന് മുൻ കമ്മീഷണർമാരും വ്യക്തമാക്കി. ഗ്യാനേഷ് കുമാറിന്റെ സ്വരം അനാവശ്യമായ പ്രകോപനമായി പോയെന്നാണ് മൂവരും അഭിപ്രായപ്പെട്ടത്. കോപം തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഗുണകരമാകില്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണെന്നത് മറക്കരുതെന്ന് SY ഖുറൈഷി ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാകുന്നില്ല, മറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് പേരുടെ ശബ്ദമാണ്. അദ്ദേഹത്തെ കമ്മീഷൻ അതേ സ്വരത്തിൽ വെല്ലുവിളിക്കുന്നതും രോഷം കൊള്ളുന്നതും കമ്മീഷന്റെ സൽപ്പേരിന് ചേർന്നതാകുന്നില്ല. താങ്കളായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെങ്കിൽ ഇക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കുമെന്ന ചോദ്യത്തിന് അന്വേഷണത്തിന് ഉത്തരവിടുമെന്നായിരുന്നു ഖുറൈഷിയുടെ മറുപടി. രാഹുൽ ഗാന്ധിയോട് സത്യവാങ്മൂലം നൽകാൻ ആവശ്യപ്പെടുന്നതിന് പകരം പ്രശ്നപരിഹാരത്തിനുള്ള ഇടപെടലായിരുന്നു നടത്തേണ്ടിയിരുന്നതെന്ന് OP റാവത്ത് അഭിപ്രായപ്പെട്ടു. കമ്മീഷന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കപ്പെടുന്ന വോട്ടർ പട്ടിക ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ആവശ്യമായ അന്വേഷണത്തിന് കമ്മീഷൻ ഗൗരവത്തോടെ തയ്യാറാവുകയാണ് വേണ്ടതെന്ന് അശോക് ലവാസ പറഞ്ഞു. ആദരണീയരായ മൂന്ന് വ്യക്തികളും ഉന്നയിച്ച വിമർശനത്തോട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പ്രതികരണം വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് P ചിദംബരം എക്സിൽ ആവശ്യപ്പെട്ടു. അതേസമയം ബീഹാറിലെ പട്നയിൽ സമാപിച്ച വോട്ടർ അധികാർ യാത്രയുടെ സമാപന റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ആറ്റം ബോംബിന് ശേഷം ഇനി ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്ന മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി നൽകിയിരുന്നു. വരാനിരിക്കുന്ന രാഷ്ട്രീയ നീക്കത്തിന് സൂചനയാണ് നൽകിയിരിക്കുന്നതെന്നാണ് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷനും വാരണാസി മണ്ഡലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എതിർ സ്ഥാനാർത്ഥിയുമായ അജയ് റായ് വ്യക്തമാക്കിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഹൈഡ്രജൻ ബോംബ് പൊട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലായിരിക്കുമെന്നും വാരണാസിയിലെ മോദിയുടെ വോട്ട് മോഷണം തുറന്നു കാട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഏറ്റവും വിനാശകരമായ ഹൈഡ്രജൻ ബോംബ് ഏറ്റവും സുപ്രധാനമായ മണ്ഡലത്തിലായിരിക്കും പൊട്ടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. 2024 ജൂൺ 4 വോട്ടെണ്ണൽ ദിനത്തിൽ ഉച്ച 1 മണിക്ക് ശേഷം വാരണാസിയിൽ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തും. വിജയിക്കാനായി മോദി ചതിച്ചുവെന്നും റായ് പറഞ്ഞു. താൻ മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം ആറ്റം ബോംബായിരുന്നെങ്കിൽ അതിലും വലിയ ഹൈഡ്രജൻ ബോംബ് കൈവശമുണ്ടെന്നായിരുന്നു രാഹുലിന്റെ അവകാശവാദം. ആറ്റം ബോംബിനെ കുറിച്ച് BJP കേട്ടിട്ടുണ്ടോ? ഞാനത് വാർത്താ സമ്മേളനത്തിൽ കാണിച്ചതാണ്. ഇപ്പോൾ അതിലും വലുതായ ഒന്നുണ്ട്, ഹൈഡ്രജൻ ബോംബ്. നിങ്ങളെല്ലാവരും അതിനായി തയ്യാറായിരിക്കണം. വോട്ട് മോഷണത്തെക്കുറിച്ചുള്ള സത്യം രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടും. ആ ഹൈഡ്രജൻ ബോംബിന് ശേഷം പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന് മുന്നിൽ മുഖം കാണിക്കാൻ കഴിയില്ല എന്നായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. കർണാടകയിലെ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷയെങ്കിലും 9 എണ്ണത്തിലാണ് ജയിച്ചതെന്നായിരുന്നു രാഹുൽ ഗാന്ധി ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു.